ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് ചെയ്ത വാർത്തകളിലായിരുന്നു തർക്കം. ആ വാർത്തകൾക്കെതിരെ ഉയർന്ന കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഓഡിറ്റ് റിപ്പോർട്ട് വ്യാജവുമല്ല, അതിനെ അധികരിച്ചു വന്ന വാർത്തയും വ്യാജമല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ. ഏതായാലും ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് നടന്ന സംഗമത്തിൽ ആഗോള പിഴവുകളാണോ? ശബരിമല തീർത്ഥാടനത്തിന്റെ വികസനം ലക്ഷ്യമിട്ടായിരുന്നു 2025 സെപ്റ്റംബർ 20 പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമം പമ്പയിൽ നദീതീരത്ത് തയ്യാറാക്കപ്പെട്ട കൂറ്റൻ വേദി, ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിന് തയ്യാറാക്കിയ വിപുലമായ പന്തൽ, രജിസ്റ്റർ ചെയ്തു വരുന്ന ആയിരക്കണക്കിന് പ്രതിനിധികളെ പ്രതീക്ഷിച്ചായിരുന്നു ഇത്രയും ഒരുക്കങ്ങൾ. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചെലവിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും കൃത്യമായ വിശദീകരണമുണ്ടായിരുന്നു അന്ന്. എല്ലാ വരവുചെലവ് കണക്കുകളും വളരെ സുതാര്യമായിരിക്കും. ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയത്തിന് വിട നൽകാത്ത രൂപത്തിൽ കൃത്യമായി ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യത്തിലുള്ള വരവും ചെലവും ഒക്കെ ഉണ്ടാവുക. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പണം ദൂർത്തടിക്കാനോ അല്ലെങ്കിൽ ബോർഡിൻ്റെ പണം എടുത്ത് ചെലവഴിക്കാനോ അല്ല. സ്പോൺസർമാർ തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. അത് കൃത്യമായി എത്രയാണ് അതിൻ്റെ വരവെന്നും എങ്ങനെയാണ് ചിലവെന്നുള്ളതും കൃത്യമായി കോടതിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം. കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ അയ്യപ്പ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം PS പ്രശാന്ത് അധ്യക്ഷനായിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മനസ്സിൽ മുളയിട്ട ആശയമായിരുന്നു. 2025 മണ്ഡലകാലത്തിന് മുൻപ് പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം ഹൈജാക്ക് ചെയ്തത്. ശബരിമല യുവതീ പ്രവേശത്തെ പിന്തുണച്ച പിണറായി സർക്കാർ അയ്യപ്പ ഭക്തരുടെ പിണക്കം മാറ്റാനുള്ള അവസരമായി അയ്യപ്പ സംഗമത്തെ കണ്ടു. ശബരിമല വികസനം വിഷയമാക്കി സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കണ്ണുവച്ചായിരുന്നു. പക്ഷേ പരസ്യമായി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമെന്നായിരുന്നു. എങ്കിലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും തന്നെയായിരുന്നു. മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ ഉപരക്ഷാധികാരികളും രക്ഷാധികാരികളുമായി. ഓരോ പ്രവൃത്തികൾക്കും മന്ത്രിമാരുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. പക്ഷേ അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് മുഴുവൻ സ്പോൺസർമാരിലൂടെ ദേവസ്വം ബോർഡ് കണ്ടെത്താനായിരുന്നു തീരുമാനം. നടത്തിപ്പ് മുഴുവൻ LDF സർക്കാരിന് വേണ്ടപ്പെട്ട ഊരാളുങ്കലിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് നൽകി. പക്ഷേ സ്പോൺസർ പണം പ്രതീക്ഷിച്ച പോലെ കിട്ടാത്തത് കൊണ്ട് ഭക്തരുടെ പണമെടുത്ത് സംഗമത്തിന് പൊടി പൊടിക്കാൻ തീരുമാനിച്ചു. 5 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് വകമാറ്റിയാണ് പണം കണ്ടെത്തിയത്. പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തെളിയിക്കുന്നത് കൂടിയായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ വേദി. സമുദായങ്ങളെ അണിനിരത്താനുള്ള വേദിയായി മാറി. ശബരിമല വിഷയത്തിലൂടെ ഇടഞ്ഞു നിന്ന NSSനെ കൂടെ നിർത്തി. പമ്പയിലെ വേദിയിൽ NSSും SNDPയും അടക്കമുള്ള സമുദായങ്ങളുടെ നേതാക്കൾ സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നു. ശബരിമലയുടെ ആഗോള കീർത്തിയും മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ എല്ലാ പ്രൗഢിയോടും കൂടി പൂർത്തീകരിച്ചു. മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ്. ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതെയാണ് സംഗമം സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സംഗമത്തിന് എത്ര ചെലവിട്ടു എന്ന ചോദ്യം ഉയരുക സ്വാഭാവികം. കണക്കുകൾ 45 ദിവസത്തിനകം സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇതിനെതിരെ നിരവധി പരാതികൾ ഹൈക്കോടതിയിലെത്തിയിരുന്നു. അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി പച്ചക്കൊടി കാട്ടിയ ശേഷമായിരുന്നു സ്വർണ്ണക്കൊള്ള കോടതി പിടിക്കുന്നത്. മറിച്ചായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതിയുടെ അനുമതി കിട്ടില്ലായിരുന്നു. അന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹർജിയുമായി എത്തിയവർ പ്രധാനമായും ഉന്നയിച്ചത് 2 വാദങ്ങളാണ്. ഒന്ന്, സർക്കാരിന് ഇതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്.
മറ്റൊന്ന്, ഭക്തരുടെ പണം ഇതുപോലെയുള്ള പരിപാടികൾക്കല്ല ഉപയോഗിക്കേണ്ടത്. ദേവന്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ ദേവസ്വം ഫണ്ട് വിനിയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ചട്ടവിരുദ്ധമായി നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം തടയണം. അതിന് ദേവസ്വം ബോർഡ് നൽകിയ മറുപടി, ഇത് പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തി നടത്തുന്ന പരിപാടിയാണ്. 2, ശബരിമലയെ ആഗോള തലത്തിലേക്ക് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്നതിനും ശബരിമലയുടെ തുടർ വികസനത്തിന് പണം കണ്ടെത്തുന്നതിനുമൊക്കെ വേണ്ടി ഒരുപാട് പ്രതിനിധികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം എത്തിച്ച് വിശ്വാസികളുടെ ഒരു സംഗമമാണ് നടത്താൻ പോകുന്നത്. അത് വിശ്വസിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകുന്നത്. അപ്പോഴും കോടതിക്ക് ഈ ദേവസ്വം ബോർഡിൽ സർക്കാരിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അനുമതി നൽകുന്നതിനൊപ്പം തന്നെ കോടതി കർക്കശമായ ചില വ്യവസ്ഥകൾ കൂടി വെച്ചത്. ഒടുവിൽ ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിജയൻ അസോസിയേറ്റ്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർ വഴി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് മുന്നിലെത്തി. സ്പെഷ്യൽ കമ്മീഷണർ വിശദമായ റിപ്പോർട്ട് സഹിതം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് കണക്ക് ഹാജരാക്കുന്നില്ല? 45 ദിവസം നൽകിയെടുത്ത് 4.5 മാസമായിട്ടും കണക്കില്ല. കോടതി അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 1 മാസത്തെ സമയം തരുന്നു. അതിനുള്ളിൽ കണക്ക് കൃത്യമായും ഓഡിറ്റ് ചെയ്ത് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയിരിക്കണം. ആ അന്ത്യശാസനം കോടതി നൽകിയ ശേഷമാണ് ഇതിലെ കണക്ക് കോടതിയിലേക്ക് എത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ 6-ാം തീയതി ഫെബ്രുവരി മാസമാണ് ഇതിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്ത് സ്പെഷ്യൽ കമ്മീഷണറുടെ കയ്യിലേക്ക് കൈമാറുന്നത്. അത്ര വരെ അവസാന നിമിഷം വരെ ഈ കേസും ഈ ഓഡിറ്റ് റിപ്പോർട്ടും ദേവസ്വം ബോർഡ് നീട്ടി കൊണ്ടുപോയി എന്നർത്ഥം. ഒടുവിൽ ഈ കേസെടുത്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദേവസ്വം ബോർഡിനോട് ചോദിച്ചത്. ഇത്രമാത്രം മിസ്അപ്രോപ്രിയേഷനാണ് ഇതിൽ ആരോപിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വിശദീകരണം നൽകാനുണ്ട്? 10 ദിവസത്തിനകം ആ വിശദീകരണം ഹൈക്കോടതിയിൽ നൽകണം. അതോടൊപ്പം തന്നെ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനോടുകൂടി ഈ കാര്യത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ 10 ദിവസം പൂർത്തിയാകാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹൈക്കോടതി പരിഗണിച്ച അതേ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം കൊടുക്കാനുള്ള തുകയുടെ കണക്കായിരുന്നു ആദ്യ വാർത്ത. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നലെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ വന്നത്. കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരുന്നു ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു സാമ്പത്തിക ബാധ്യതയായി മാറരുതെന്ന്. എന്നാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ കടക്കണിയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്തു തീർക്കാനുള്ളത് 4.35 കോടി രൂപയാണ്. ഇതിൽ 4.04 കോടി രൂപയും കൊടുക്കാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിനാണ് സംഗമത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ്. മാത്രമല്ല ശേഷിച്ച തുകയിൽ കൂടുതലും കൊടുക്കാനുള്ളത് ഹോട്ടലുകൾക്കാണ്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് കോട്ടയത്തും കുമരകത്തും മൂന്നാറിലുമൊക്കെയാണ്, അതും ബാർ ഹോട്ടലുകളിൽ. ആ ഹോട്ടലുകൾക്കെല്ലാം കൂടി ഇനിയും 30 ലക്ഷത്തിനുമേൽ കൊടുത്തു തീർക്കാനുണ്ട്. കുമരകത്തെ ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് മാത്രം 12,88,000 രൂപ കടമാണ്. ഗവൺമെന്റ് ഇക്കോ ലോഡ്ജിന് 39,000 രൂപയും കുമരകം ഗ്രീൻഫീൽഡ്സിന് 18,000 രൂപയും കൊടുത്തു തീർക്കാനുണ്ട്. മൂന്നാറിലെ വൈൽഡ് മിസ്റ്റ് ഹോമിന് 2,05,300 രൂപയാണ് നൽകാനുള്ളത്. അങ്ങനെ വിവിധ ഹോട്ടലുകൾക്ക് വലിയ കടബാധ്യത ദേവസ്വം ബോർഡ് വരുത്തി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും രസകരമായ മറ്റൊരു കണക്കുള്ളത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഭക്ഷണം നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഭക്ഷണത്തിന്റെ പേരിൽ കള്ളക്കണക്കും എഴുതിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടന്ന ദിവസം വൈകുന്നേരം ഏതാണ്ട് 500 പേർ മാത്രമാണ് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത്. എന്നാൽ 3000 പേർക്ക് ഭക്ഷണം നൽകി എന്നാണ് കണക്ക്. അതിൽ ഒരാൾക്ക് 150 രൂപ വെച്ച് ഏതാണ്ട് 4.5 ലക്ഷം രൂപ ഇതിന് ചെലവായെന്നും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടന്ന ദിവസം ഉച്ചയ്ക്ക് 5000 പേർ ഭക്ഷണം കഴിച്ചെന്നാണ് കണക്ക്. അതുമായി ബന്ധപ്പെട്ട് 8.5 ലക്ഷം രൂപ ചെലവായെന്നും ഈ കണക്കിൽ പറയുന്നു. എന്നാൽ സർക്കാരിന്റെ കണക്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ആകെ 4000 പേർ മാത്രമാണ് പങ്കെടുത്തത്.
ഏതായാലും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട കണക്കുകളിൽ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത് സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ആ റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത്. ഏതായാലും സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കണക്കുകൾ പരിശോധിക്കാനാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അറിയാം ഇനി പുറത്തു വരുന്ന വിചിത്രമായ കണക്കുകൾ. ഈ വാർത്ത നൽകിയപ്പോൾ മാതൃഭൂമി ന്യൂസിനെതിരെ വലിയ പ്രചരണം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടേ ഇല്ലെന്നായിരുന്നു പ്രചരണം. മാത്രമല്ല വ്യാജ വാർത്ത നൽകിയെന്ന് അധിക്ഷേപവും ശക്തമായി. ഓഡിറ്റ് റിപ്പോർട്ടിലെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പരാമർശമായിരുന്നു മാതൃഭൂമി ന്യൂസ് നൽകിയ അടുത്ത വാർത്ത. നടക്കാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ ചെലവാക്കിയ വിശദാംശം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി താമസിച്ച മരാമത്ത് കോംപ്ലക്സിലെ മുറിയിലേക്ക് കട്ടിലും മെത്തയും വാങ്ങിയതിന്റെ കണക്കും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. വലിയ തോതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ സൂചന. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ധൂർത്തിന്റെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലെത്തിയത്. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന് മൊത്തം 10 കോടിയോളം രൂപ ചെലവായി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ 6.64 കോടി രൂപ കൊടുത്തു തീർത്തിട്ടുണ്ട്. ശേഷിച്ച 4.35 കോടി രൂപ കടബാധ്യതയായി തുടരുന്നു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തലേ ദിവസം തന്നെ പമ്പയിലെത്തി. മരാമത്ത് സമുച്ചയത്തിലാണ് താമസ സൗകര്യമൊരുക്കിയത്. ഒരു രാത്രി മുഖ്യമന്ത്രിക്ക് കഴിയാൻ പമ്പയിലെ മരാമത്ത് സമുച്ചയത്തിലെ മുറി തയ്യാറാക്കാൻ ചെലവാക്കിയത് 2 ലക്ഷത്തോളം രൂപയാണ്. കട്ടിലും മെത്തയും തലയിണയും പുതുതായി വാങ്ങിക്കാൻ ചെലവിട്ടത് 1,11,000 രൂപ. കോർണർ സോഫയ്ക്കും ടീപ്പോയ്ക്കുമായി 65,000 രൂപ. പരവതാനിക്ക് 15,930 രൂപ. ചടങ്ങിൽ പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേരും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഭജനയ്ക്ക് 8 ലക്ഷം രൂപ എന്നാണ് സമർപ്പിച്ചിരിക്കുന്ന ബില്ല്. എന്നാൽ നന്ദഗോവിന്ദൻ ഭജൻസ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. അവരെ ക്ഷണിച്ചതുപോലുമില്ല. ഗായകൻ ഇഷാൻ ദേവിന്റെയും സംഘത്തിന്റെയും ഭക്തിഗാനസുതയും വിജയ് യേശുദാസിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തിഗാനമേളയുമാണ് നടന്നത്. ഇതിന്റെ ബില്ലൊന്നും ഓഡിറ്ററുടെ മുന്നിൽ എത്തിയിട്ടില്ല. ധൂർത്തിന്റെ അമ്പരപ്പിക്കുന്ന കണക്കുകൾ ഇനിയുമുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ. അതിഥികൾക്കായി താമസ സൗകര്യം ഒരുക്കിയത് പമ്പയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കുമരകത്തും മൂന്നാറിലും കോട്ടയത്തുമൊക്കെയാണ്. അവിടെ നിന്ന് അതിഥികളെ എത്തിക്കാനും ലക്ഷങ്ങൾ ചെലവായി. പരിപാടി നടത്തിയത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് സർക്കാർ കൈയൊഴിയുമ്പോൾ അതിഥികൾക്കുള്ള മുറികൾ മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ്. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മാത്രം 37,25,752 രൂപയുടെ ഹോട്ടൽ ബില്ലുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിലെ റിസോർട്ടിന്റെ 25,300 രൂപയുടെ ബില്ലുമുണ്ട്. ഇതിന് ദേവസ്വം ബോർഡ് GST നമ്പറും കൊടുത്തിട്ടില്ല. 300 കിലോമീറ്ററോളം അതിഥികളുമായി ടാക്സി ഓടാൻ 10 ലക്ഷം രൂപ ചെലവായി. ഡീസലിന് മാത്രം 7.44 ലക്ഷം രൂപ. സംഗമവേദിയിലെ VIP ലോഞ്ചിൽ ഭക്ഷണത്തിനായി 30,000 രൂപ. സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ പോലീസിന് 16 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് നൽകണം. ഇതുകൂടാതെ പരിപാടി നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നൽകിയ ബില്ലുകളും ഉപകരാർ എടുത്തവർ നൽകിയ രേഖകളിലും വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അപൂർണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനൗദ്യോഗിക നിലപാട്. ചർച്ചകൾക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതേസമയം ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഒരു വിശദീകരണവും ബോർഡ് നൽകിയിട്ടുമില്ല. ഇതോടെ എസ്റ്റിമേറ്റ് വിശദാംശങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന പേരിൽ മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കുന്നതെന്നായി അടുത്ത പ്രചരണം. പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവർ വരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപവുമായി ഇറങ്ങി. കോൺഗ്രസ് സ്ട്രാറ്റജിസ്റ്റ് കനകോലു നൽകിയ വിവരം വെച്ചുള്ള വാർത്ത എന്നുവരെ അധിക്ഷേപം ചൊരിഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ട് തന്നെയാണ് വാർത്തയായി നൽകിയതെന്ന് തെളിയിക്കാൻ മറ്റൊരു വാർത്ത കൂടി നൽകി മാതൃഭൂമി ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടപ്പോൾ ചന്ദ്രഹാസവുമായി ഇറങ്ങിയവർ പ്രചരിപ്പിച്ചത് അങ്ങനൊരു ഓഡിറ്റ് റിപ്പോർട്ടേ ഇല്ലെന്നായിരുന്നു. അതിൽ നന്ദഗോവിന്ദൻ ഭജൻസുമില്ല, കട്ടിലുമില്ല എന്നായിരുന്നു. ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണക്കുറിപ്പ് വന്നപ്പോൾ അത് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെയെന്ന് സമ്മതിക്കുന്നുണ്ട്. നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേര് വന്നത് ജാഗ്രത കുറവാണത്രേ. ഏതായാലും പുറത്തു വന്നത് ഓഡിറ്റ് റിപ്പോർട്ടല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക്, പുറത്തു വന്നത് എസ്റ്റിമേറ്റ് മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ഇതാ ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മാതൃഭൂമി ന്യൂസ് സമർപ്പിക്കുന്നു. ഇതിൽ എസ്റ്റിമേറ്റുമുണ്ട്, ആക്ച്വൽസുമുണ്ട്, അത് തമ്മിലുള്ള വ്യത്യാസവുമുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് വിജയൻ അസോസിയേറ്റ്സ് തയ്യാറാക്കിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പ്രഭാത ഭക്ഷണം എസ്റ്റിമേറ്റ് തുക 1,500 പേർക്ക് 1,57,500 രൂപ. ആക്ച്വൽ തുക 4,000 പേർക്ക് 4,20,000 രൂപ. വ്യത്യാസം 2,62,500 രൂപ. ഉച്ചഭക്ഷണം എസ്റ്റിമേറ്റ് തുക 4,000 പേർക്ക് 6,80,000. ആക്ച്വൽ തുക 5,000 പേർക്ക് 8,50,000. രാത്രി ഭക്ഷണം എസ്റ്റിമേറ്റ് തുക 1,000 പേർക്ക് 1,50,000. ആക്ച്വൽ തുക 3,000 പേർക്ക് 4,50,000. വ്യത്യാസം 3 ലക്ഷം. കൾച്ചറൽ ഇവന്റ്സ് നന്ദഗോവിന്ദം ഭജൻസ് എസ്റ്റിമേറ്റ് തുക 2 ലക്ഷം. ആക്ച്വൽ തുക 8 ലക്ഷം. വ്യത്യാസം 6 ലക്ഷം. ഫർണിച്ചർ ആൻഡ് മിസലേനിയസ് ഐറ്റംസ് ഫോർ ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്
ബെഡ്, ഫാമിലി കോട്ട്, മാട്രസ്, പില്ലോ വിത്ത് കവർ. എസ്റ്റിമേറ്റ് തുക 1 ലക്ഷം. ആക്ച്വൽ തുക 1,11,365. വ്യത്യാസം 11,365. കോർണർ സോഫ ആൻഡ് ടീപ്പോ. എസ്റ്റിമേറ്റ് തുക 50,000. ആക്ച്വൽ തുക 65,000. വ്യത്യാസം 15,000. പാസേജ് റെഡ് കാർപ്പറ്റ്. എസ്റ്റിമേറ്റ് തുക 8,640. ആക്ച്വൽ തുക 15,930. വ്യത്യാസം 7,290. ഇതോടെ മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് ഓഡിറ്റ് റിപ്പോർട്ട് അല്ല എന്നുള്ള വാദം പൊളിയുകയാണ്. ഇനി നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കാര്യം. എസ്റ്റിമേറ്റിൽ 2 ലക്ഷം രൂപ, ആക്ച്വൽസിൽ 8 ലക്ഷം രൂപ എന്നാണല്ലോ ഓഡിറ്റ് റിപ്പോർട്ടിൽ. മാത്രമല്ല നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇഷാൻ ദേവിനെ കൊണ്ട് പഠിപ്പിച്ചതെന്നാണല്ലോ വിശദീകരണം. ഇവരുടെ പരിശീലനത്തിനടക്കം 8 ലക്ഷം രൂപ കൊടുത്തു എന്നും ദേവസ്വം ബോർഡിന്റെ വിശദീകരണ കുറിപ്പിലുണ്ട്. എന്നാൽ ഇഷാൻ ദേവിനും സംഘത്തിനും ആകെ 4 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത് അത്രേ. ബാക്കി 4 ലക്ഷം കടം പറഞ്ഞിരിക്കുകയാണ്. അത് കൊടുക്കുമോ ആവോ? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് കരാർ ലഭിച്ച ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള IIIC-യുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് ദേവസ്വം ബോർഡിന്റെ വിശദീകരണത്തോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തകൾ എന്നതിന്റെ സ്ഥിരീകരണം കൂടിയായിരുന്നു അത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് നിലവിലുണ്ട്. ഈ സംഗമത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ ഇന്ന് രാവിലെ ബോർഡ് വിശദമായിട്ട് ചർച്ച ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ബോർഡിൻ്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമായത്. നേരത്തെ ദേവസ്വം ബോർഡിൽ അത് കിട്ടിയെങ്കിലും കോടതി നിശ്ചയിച്ച സമയപരിധി വളരെ കഴിഞ്ഞതുകൊണ്ടും പേഴ്സണൽ ഹാജരാവണമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം എടുത്ത് കോടതിയിൽ കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ അഫിഡവിറ്റ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല, പക്ഷേ അതിന്റെ കുറ്റം ഓഡിറ്റർക്കുമല്ല. ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കാര്യം അബദ്ധമത്രേ. ഇപ്പോൾ നന്ദഭജൻസിന് പൈസ കൊടുത്തു 8 ലക്ഷം രൂപ. അവരവിടെ വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാപരമായ പെശകുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന് ഞാൻ എടുത്തു പറയുന്നു. ഹീസ് എ പ്രൊഫഷണൽ. 5 മണിക്ക് അവസാനിച്ച സംഗമത്തിൽ രാത്രിയിൽ 4,000 പേർ ഭക്ഷണം കഴിച്ചതും അബദ്ധമാണോ? എല്ലാ ക്ലെയിംസും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 4,000 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് എന്താ അതിൻ്റെ അടിസ്ഥാനം? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. നൽകേണ്ട രേഖകൾ കൊടുത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അയ്യപ്പ സംഗമത്തിന് 8.22 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് PS പ്രശാന്തിന്റെ ദേവസ്വം ഭരണസമിതിയും കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടത്. അയ്യപ്പ സംഗമം നടത്തിയ ശേഷം കമ്പനി പറഞ്ഞു 7.4 ലക്ഷം കോടി രൂപ ചെലവായെന്ന്. അപ്പോഴേക്കും അയ്യപ്പ സംഗമം ധൂർത്തിന്റെ സംഗമമായിരുന്നു എന്ന വിമർശനമായി. ഇതോടെയാണ് PS പ്രശാന്തിന്റെ ഭരണസമിതി ചെലവ് 4.99 കോടി രൂപയായി നിശ്ചയിച്ചത്. അപ്പോൾ അയ്യപ്പ സംഗമത്തിന് 8.22 കോടി രൂപ ചെലവാക്കാനുള്ള ധാരണാപത്രം ഉണ്ടായത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ കൃത്യമായും കോടതിക്ക് മുന്നിലേക്ക് എത്തിയില്ല എങ്കിൽ കോടതി അതിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകും എന്നത് തീർച്ചയാണ്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ കള്ളത്തട്ടിപ്പുകളും ഈ ഓഡിറ്റ് റിപ്പോർട്ടോടുകൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കോടതിയുടെ മുന്നിൽ ഇനി എന്താണ് ദേവസ്വം ബോർഡിന് വിശദീകരിക്കാനുള്ളത് എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഈ ഓഡിറ്റ് നടത്തിയ സ്ഥാപനത്തെ ദേവസ്വം ബോർഡ് കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരുടെ കുറ്റമാണ് ഇതിലുണ്ടായിരിക്കുന്നത്? ഉറപ്പിച്ചു പറയാം, അത് ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇനി മറുപടി പറയേണ്ടി വരിക 2025 സെപ്റ്റംബർ മാസം ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച അന്നത്തെ ദേവസ്വം ബോർഡും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായിരിക്കും. എന്തായാലും ഹൈക്കോടതി ഇപ്പോഴത്തെ നിലയിൽ ഇതിനെ വെറുതെ വിടാനുള്ള ഒരു സാധ്യതയുമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് 10 കോടി രൂപ ചെലവായെന്നാണ് നിലവിലുള്ള ഓഡിറ്റ് രേഖകൾ. ദേവസ്വം ബോർഡ് നിയോഗിച്ച ദൗത്യസംഘം പരിശോധന നടത്തി ചെലവ് കുറച്ചാലും ഊരാളുങ്കലിന്റെ കമ്പനിയുടെ കണക്ക് പ്രകാരം ചെലവ് 7 കോടി 4 ലക്ഷം രൂപയാണ്. പന്തിനി ഹൈക്കോടതിയുടെ കോർട്ടിലാണ്.
അയ്യപ്പ സംഗമത്തിന്റെ ചെലവുകൾക്കെല്ലാം ദേവസ്വം ബോർഡിനും ഊരാളുങ്ങളുടെ കമ്പനിയും രേഖയുണ്ടാക്കിയാലും ചെലവുകളുടെ ആധികാരികതയും ആവശ്യകതയും പ്രസക്തമാകും. ഓഡിറ്റ് റിപ്പോർട്ട് വലിയ ചർച്ചയും വിവാദവുമായതിനാൽ ആവശ്യമായ ചെലവും അനാവശ്യമായ ചെലവുകളും ഇഴകേറി പരിശോധിക്കാൻ ഹൈക്കോടതിക്ക് അവസരമൊരുങ്ങും.